നമസ്കാരം. സുചിത്ര കൃഷ്ണൻ എന്ന കവയിത്രിയുടെ മൗനം എന്ന കവിത ഞാൻ ഇന്നലെ അതിൻ്റെ വരികളൊന്നെടുത്ത് വായിച്ചു. എനിക്കത് മൗനത്തിൻ്റെ ഓരോ വരികളും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം മൗനം എന്ന പ്രൗഢമായ വികാരത്തിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആ മൗനത്തിലെ വരികൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മൗനത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള പോക്ക് സുഖദായകമായ ഒരു ശീതളിമയാണ്. അവിടെ ശബ്ദകോശങ്ങളുടെ മിശ്രണങ്ങളില്ലാതെ ഏകാന്തമായ സഞ്ചാരിയുടെ ഒരു യാത്രയാണ് മൗനം എന്ന പ്രൗഢമായ വികാരത്തിന് ഉള്ളത്. ഉള്ളിലുള്ള ഏകാന്തതയും പുറത്തുള്ള കാര്യങ്ങളോടുള്ള സമീപനത്തിലും മൗനം എന്ന ആയുധം, അല്ലെങ്കിൽ ആയുധമല്ല, മനസ്സിനെ ബാധിക്കുന്ന ആ ഒരു പ്രത്യേകതരം ഫീലിംഗ്, ശാന്തതയുടെ ഫീലിംഗ്, അത് നൽകുന്ന സുഖദായകമായ അന്തരീക്ഷം അത് വളരെ വലുതാണ്. ശ്രീ സുചിത്ര കൃഷ്ണൻ്റെ മൗനം എന്ന വരികൾ, മൗനം എന്ന കവിതയിലെ വരികൾ ഒരുപാട് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഉള്ളിലടക്കി പിടിച്ച നിഗൂഢമാമൊരു തേങ്ങലിൻ ബാക്കിപത്രം മൗനം, ഒരു മൗനത്തിൻ കടലാഴങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ടനേകമാമുത്തരങ്ങൾ. പരാതിയുടെ 1000 പരിഭവങ്ങളുടെ തീരാനഷ്ടങ്ങളുടെ വെളിപ്പെടുത്തലുകളാണോരോ മൗനങ്ങളും. കൂട്ടായൊരായിരം ഓർമ്മകൾ സമ്മാനിച്ചു കടന്നുപോയ ബാക്കിപത്രങ്ങൾ, നഷ്ടസ്വപ്നങ്ങളിൽ വെന്തുരുകുമ്പോഴും മൗനമൊരു കവചമായി. അതുമല്ലെങ്കിൽ ആർക്കോ വേണ്ടി എരിഞ്ഞുതീരുന്ന മെഴുകുതിരിയുടെ ഇത്തിരി വെട്ടമായി. എന്നിട്ടൊരലങ്കാരമായി ഞാൻ ചാർത്തുന്നതെൻ നീണ്ട മൗനം, ജീവിതാസ്വാദനത്തിൻ്റെ മാറ്റൊട്ടും കെടുത്താതെ, വർണ്ണങ്ങൾ വാരിവിതറുന്ന ചിന്തകൾ ഊതിക്കെടുത്താതെ, കാത്തു സൂക്ഷിക്കാനും ഈ നീണ്ട മൗനം വേദിയാകാം. ഓരോ മൗനങ്ങളും നന്മയുടെ ഒരു പിടി വിത്തുകൾ മറ്റുള്ളവർക്കേകാൻ കഴിഞ്ഞാൽ അതുതന്നെ ജീവിതഗന്ധിയായ ധന്യത. വേദനിപ്പിക്കുന്നവർക്ക്, മുറിവേൽപ്പിക്കുന്നവർക്ക് നൽകാനുള്ള ഉത്തരങ്ങൾ നീണ്ടുള്ള 1000 മൗനങ്ങളിലുണ്ടാവാം. മൗനത്തിനെക്കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ വർണ്ണിക്കാൻ ഇനി എന്തു വരികളാണുള്ളത് എന്ന് തോന്നുന്ന വിധത്തിലാണ് സുചിത്ര കൃഷ്ണൻ മൗനം എന്ന കവിത എഴുതിയിരിക്കുന്നത്. സുചിത്ര കൃഷ്ണന് ഒരുപാട് അഭിനന്ദനങ്ങളും. ഒരുപാട് കവിതകൾ ഇതേപോലെ തന്നെ നന്മയുടെ അംശങ്ങളുള്ള കവിതകൾ ഇനിയും പുറത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.